എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇത് മയിലിൻ്റെത്, മറ്റേത് സ്ക്വയറിൻ്റെത്. അപ്പോൾ ഇന്ന് ഫൈനലി നമ്മൾ അമ്മൂനുള്ള വെഡ്ഡിങ് സാരി എടുക്കാൻ പോവാണ്. സോ ഇപ്പൊ സമയമായി. അപ്പോൾ നമ്മൾ അമ്മൂന്റെ കളർ പ്രിഫറൻസ് എന്താണ്, ഏത് കടയിൽ നിന്നാണ് എടുക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പുറകെ വരുന്നതാണ്. പിന്നെ കുറെ നാളെ കേസ് നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. എന്താ കുറച്ചുകൂടെ സെലക്ഷൻ വരട്ടെ, നമ്മൾ പലയിടത്തും പോയി നോക്കി, അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടാത്തതൊക്കെ ഒന്നും നമ്മൾ കുറച്ചുകൂടെ കഴിയട്ടെ, സമയമുണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കണം. പക്ഷേ ഇനി നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഇപ്പം നമ്മൾ എടുത്തില്ലെങ്കിൽ സ്റ്റിച്ചിങ് എല്ലാം ഡിലേ ആവും. ഫുൾ പ്ലാനിങ് പ്രശ്നം വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് തന്നെ രണ്ടും കൽപ്പിച്ചെടുക്കാൻ തീരുമാനത്തിലാണ്. അപ്പോൾ ഇപ്പം രാവിലെ 10 മണിയായി. അപ്പം നമ്മൾ ഇപ്പം രാവിലെ ഇറങ്ങിയാലേ ട്രയലൊക്കെ ചെയ്ത് നമുക്ക് ഫ്രഷ്. അതെ, നമ്മൾ കട തുറക്കും. നമ്മൾ എപ്പോഴും ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ആദ്യമേ ചെല്ലണം. അപ്പോൾ അവരുടെ ഒരു ഫ്രഷ് മൈൻഡായിട്ട് നിന്ന് നമുക്ക് ഇപ്പോൾ സമാധാനമായിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലെ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ വരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയാണ്. ബായ്. നമ്മളിപ്പോൾ നേരെ പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ RK വെഡിങ് മോളിലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി RKയിൽ ജസ്റ്റ് പോയി നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഫൈനലി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെസിഫിക് കളർ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കളർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. പിന്നെ അത്യാവശ്യം ട്രയലൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പോകുന്നത് RK വെഡിങ് മോളിലാണ്. നമ്മൾ ഓൾറെഡി ആദ്യം പോത്തീസിൽ നോക്കിയായിരുന്നു. പോത്തീസിൽ ഒരു തമിഴ് ടച്ച് ആയിരുന്നില്ലേ? കുഴപ്പമില്ല, കുഴപ്പമില്ല, നമ്മുടെ ടേസ്റ്റിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ജയലക്ഷ്മി പോയി, കല്യാൺ പോയി, RKയിൽ അമ്മയും അമ്മോട് പോയി, ഞാൻ അച്ഛനും പോയില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എന്തോ ബാക്കി ഇവിടെ. അപ്പൊ ഇനി ബാക്കി നമുക്ക് RKയിൽ പോയിട്ട് നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ RK വെഡ്ഡിങ് മോളിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലോഗിന് വോയിസ് ഓവർ കൊടുക്കുന്നതിന് 2 കാരണമുണ്ട്. ഒന്ന്, നമ്മൾ ചില സ്ഥലത്തൊന്നും മിണ്ടുന്നില്ല, അപ്പോൾ ലാഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാല ബ്ലോഗിൽ ഈ ബോക്സിൽ നിന്ന് വന്ന പാട്ടൊക്കെ വന്നിട്ട് കോപ്പിറൈറ്റ് വന്നായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം റിസ്ക് എടുക്കാൻ വയ്യ. അങ്ങനെ അമ്മു ഈ സാരി നോക്കുന്ന സമയം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവൾക്ക് റാണി പിങ്കാണ് വേണ്ടതെന്ന്. അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ റാണി പിങ്കിൽ ഒരുപാട് സാരീസൊക്കെ കാണിച്ചു. ഇത് ആക്ച്വലി ഇടയ്ക്ക് ഒരു വയലറ്റ് സാരി കാണിച്ചതാണ്. അമ്മുൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലല്ലേ അമ്മുന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അമ്മു ജസ്റ്റ് ഇങ്ങനെ നോക്കാം, അമ്മുൻ്റെ മൈൻഡ് ഫുൾ എന്താ പറയുക റാണി പിങ്കിൻ്റെ സാരിയാണ്. അങ്ങനെ ഇടയ്ക്ക് അവർ വേറൊരു സാരി സജസ്റ്റ് ചെയ്തായിരുന്നു. ലൈക്ക് ഗോൾഡ് ബോർഡർ വന്നിട്ട് ബോഡി ഓറഞ്ച് ആയിരുന്നു. അങ്ങനെ അമ്മയാണെങ്കിൽ എന്നെ മറന്നു പോയി. അപ്പം ഞാൻ ഇങ്ങനെ പറയാം, എടി ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട്, എന്നെ ഒന്ന് കാണിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതായിരുന്നു അവർ സജസ്റ്റ് ചെയ്ത സാരി. അങ്ങനെ നമ്മളിങ്ങനെ ലൈക്ക് അമ്മൂൻ്റെ പ്രിഫറൻസും അമ്മൂന് സജസ്റ്റ് ചെയ്തതും അങ്ങനെ എല്ലാം കൂടെ കുറച്ച് സാരീസ് എടുത്തു വെച്ചു. എന്നിട്ട് നമ്മൾ ഒന്ന് ഉടുപ്പിച്ചൊക്കെ നോക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ നോക്കിയത് അമ്മൂൻ്റെ കളർ പ്രിഫറൻസ് ആയിട്ടുള്ള റാണി പിങ്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്മൂന് നമ്മൾ സാരി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ സാരി സെലക്ട് ചെയ്യുന്ന കാര്യം ആലോചിച്ച സമയത്ത് ഇങ്ങനെ ഏത് കളറായിരിക്കും അമ്മൂന് ചേരുന്നത് എന്നൊക്കെ നോക്കിയപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതാണ് ഈ റാണി പിങ്ക്. അമ്മൂന് മുഖത്ത് കുറച്ച് വെളിച്ചം വരുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ ഈ സാരി സെലക്ട് ചെയ്തിട്ട് റാണി പിങ്ക് ആയിട്ട് പോലും നമ്മൾ ഉടുപ്പിച്ച് നോക്കുമ്പോൾ അമ്മൂൻ്റെ മുഖം കൊണ്ട് അങ്ങ് ഡള്ളായിപ്പോയതുപോലെ തോന്നി. അങ്ങനെ നമ്മൾ പിന്നെ വേറെ റാണി പിങ്കിൻ്റെതൊക്കെ നോക്കി. അതുപോലെ തന്നെ ഇടയ്ക്ക് അവർ നമുക്ക് സജസ്റ്റ് ചെയ്ത സാരിയായിരുന്നു ഓറഞ്ചിൽ ഗോൾഡ് ബോർഡർ വരുന്നത്. അങ്ങനെ അതും നോക്കി. പക്ഷേ എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എന്തോ പോലെ തോന്നി എന്തായാലും. പക്ഷെ നമ്മൾ ട്രൈ നോക്കി, ലൈക്ക് ഏതാണ് നമ്മൾ ഉടുക്കുമ്പോൾ ഉള്ള ഒരു ഭംഗിയാണല്ലോ, നമുക്ക് കാണുമ്പോൾ ഉള്ളതല്ലല്ലോ. അങ്ങനെ നമ്മൾ കുറച്ചധികം സാരീസ് ഡ്രേപ്പ് ചെയ്ത് നോക്കി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല, നമുക്കതൊന്നും സെറ്റായില്ല. അങ്ങനെ നമ്മൾ തിരിച്ചത് ജയലക്ഷ്മി തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാര്യം വേറൊന്നുമല്ല, നമ്മൾ എന്താ പറയുക ഒരു കളേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം നോക്കി. പിന്നെ മുമ്പൊരു ദിവസം നോക്കിയപ്പോഴും നമ്മൾ ആദ്യം നോക്കിയത് ജയലക്ഷ്മിയിലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയേണ്ടത് ഇവർ നമ്മളെ ഡീൽ ചെയ്യുന്നൊരു രീതിയാട്ടോ ഭയങ്കര നൈസാണ്. അങ്ങനെ നമ്മൾ ചെന്നു. ഇവിടെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പ്രിഫറൻസ് റാണി പിങ്കാണ്. അങ്ങനെ റാണി പിങ്കിൽ സാരീസൊക്കെ കാണിച്ചു. എന്താ പറയുക നൈസായിരുന്നു കേട്ടോ, നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം പോയി നോക്കിയതിനേക്കാളും കളക്ഷൻസ് ഉള്ളതുപോലെ തോന്നി. അങ്ങനെ ഇതാണ് ആദ്യം
ഉടുപ്പിച്ച് നോക്കിയ ഒരു സാരി. ലൈക്ക് അവസാനം വന്നപ്പോൾ കൺഫ്യൂഷൻ വന്നതിലും ഒരു സാരി ഇത് തന്നെയായിരുന്നു. ഈ ചേച്ചി സൂപ്പറായിട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ പേര് മറന്നുപോയി. ഈ ചേച്ചിന് ത്രൂ ഔട്ട് നമ്മൾ ചെന്നപ്പോൾ തൊട്ട് നമ്മൾ ഇറങ്ങി നമുക്കിത് കുഞ്ചലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ടാറ്റാ പറഞ്ഞ് ഇറങ്ങുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പൊതുവെ നമ്മൾ സജഷൻസ് ചോദിച്ചാൽ ഇവർ ഒരു ന്യൂട്രലായിട്ടല്ലേ പറയാറ്, പക്ഷേ ചേച്ചി നമുക്ക് സജഷൻസൊക്കെ പറഞ്ഞു തന്നു. ലൈക്ക് അതുപോലെ തന്നെ ചേച്ചി അങ്ങനെ സജഷൻ പറയാനുള്ള കാരണവും ഒക്കെ പറഞ്ഞു. നൈസായിരുന്നു. അങ്ങനെ ഇതായിരുന്നു കൺഫ്യൂഷൻ വന്നതിലെ ആദ്യത്തെ സാരി. ഓക്കെ, ഇനി കുറച്ച് നേരം കൊണ്ട് മാറുന്നു. ഇനി ബാക്കി എൻ്റെ സാരിയുടെ വിശേഷങ്ങൾ ഞാൻ തന്നെ പറഞ്ഞോളാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ റാണി പിങ്ക് ഫുള്ളി മൈൻഡിലുണ്ട്. എവിടെ തിരിഞ്ഞാലും എനിക്ക് റാണി പിങ്ക് മാത്രമായിരുന്നു ഗൈസ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാനൊരു ഒരു ഡിഫറെൻറ്റ് കളറും കൂടെ നോക്കാം. കാരണം വേറെ ഏതെങ്കിലും ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കുമെങ്കിൽ നമുക്കൊന്ന് പ്രിഫർ ചെയ്യാമല്ലോ, നോക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പിങ്കും റെഡും വരുന്ന കോമ്പിനേഷൻസ് ഒക്കെ നോക്കി. പക്ഷേ എന്തൊക്കെ ചെയ്താലും എൻ്റെ മനസ്സിൽ എൻ്റെ റാണി പിങ്കിനോടുള്ള പ്രേമം മാറുന്നില്ല ഗൈസ്. അങ്ങനെ ഫൈനലി ഞാൻ 2 സാരിയിൽ സെറ്റ് ചെയ്തു. ഒരു സാരി ഞാൻ എനിക്കിത് മതി. ബിക്കോസ് ഈ സാരിയുടെ പ്രിൻ്റ്, ഇതിനകത്തുള്ള വർക്കിൻ്റെ ക്ലാസ് വർക്ക് കാരണമാണ് ശരിക്കും എനിക്കിത് ഇഷ്ടപ്പെട്ട. പക്ഷേ ഞാൻ കൺഫ്യൂഷനായിപ്പോയി. കണ്ടോ ഗൈസ്, ഈ 2 സാരിയിലാണ്. വൺസിൽ ബോക്സ് വന്നിട്ടുള്ള ഫുള്ളി റാണി പിങ്കും, മറ്റതൊരു ക്ലാസിക് ലുക്കായിട്ട്. കണ്ടോ, ഇതിൽ ഫുൾ ഒരു ക്ലാസിക് ഒരു വർക്കാണ്. പക്ഷെ അത് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എൻ്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിച്ചുകൊണ്ടും എൻ്റെ മനസ്സിൻ്റെ തീരുമാനം എടുത്തത് ഗൈസ്, ഞാൻ ഈ സാരിയാണ് എൻ്റെ കല്യാണത്തിന് എടുത്തത്. സോ ഗൈസ്, ഞങ്ങൾ ഇതേ ഫൈനലി വീട്ടിലെത്തി. ഭയങ്കര കോമഡി ആയിരുന്നു അമ്മൂൻ്റെ സാരി എടുക്കുന്ന പരിപാടി. അവസാനം 2 സാരി വെച്ചിട്ട് എൻ്റെ ഭഗവാനെ നാട്ടിലൊക്കെയുള്ള എല്ലാവരെയും വിളിച്ച്, ഫ്രണ്ട്സ്, വിഷ്ണു ചേട്ടൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു സാരി എല്ലാം സെറ്റ് ചെയ്ത് കണ്ടു കാണുമല്ലോ. സാരി സെറ്റ് ചെയ്യുന്നതിലും ഇവക്ക് എടുത്തു കൊടുത്ത് ആ ചേച്ചി നമിക്കണം എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷമമാണ് ഈ പരിപാടിക്ക്. ഇവള് ആ സാരി എടുത്തു ഈ സാരി എടുത്തു ഒരുപാട് സാരി എടുക്കൽ ഒരു ബഹളമായിരുന്നു. പക്ഷെ നല്ല ക്ഷമയാണ്. നമ്മൾ ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഒരേ ഷെയ്ഡിലുള്ള പല കളേഴ്സ് എന്നിട്ട് ഇതിന് ഏതെടുക്കും, ഏതാ കൊള്ളാന്നേ, അയ്യോ ആ കൺഫ്യൂഷൻ. അവസാനം ഇങ്കി പിങ്കി പോങ്കിറ കളിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ആദ്യം മാർക്കേ പോയി, പിന്നെ അതവിടെ ശരിയായില്ല. നമ്മൾ പിന്നെ ജയലക്ഷ്മി പോയി. എന്തായാലും അവിടെ വെച്ച് സെറ്റായി. അവസാനം 2 വന്നിട്ട് കണ്ടല്ലോ, 2 കൺഫ്യൂഷൻ വന്നിട്ട് അതിൽ ഒരെണ്ണം നമ്മളങ്ങ് ഫിക്സ് സെറ്റ് ചെയ്തു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഗൈസ് ഞാൻ റെഡ് എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. റാണി പിങ്കുമായിട്ട് പോയല്ലേ അമ്മു. ഇപ്പം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് രണ്ട്. അത് റാണി പിങ്കും റെഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഡബിൾ ഷെയ്ഡ് ആണ് ഇത് വരുന്നത്. എന്തായാലും കുഴപ്പമില്ല, റാണി പിങ്ക് ഒക്കെ ഉണ്ട് ചെറുതായിട്ട് ഉണ്ട്. അപ്പം ഇനിയിപ്പോ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എന്തുവാ, ഇതിനെ സ്റ്റിച്ച് ചെയ്ത് പക്കയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. ബ്ലൗസ് ഒക്കെ ടാസ്ക്. ബിക്കോസ് അത് കുറച്ച് വർക്ക് ചെയ്യാനുള്ള പരിപാടികളുമില്ല. കുറച്ച് കണ്ടുള്ള ബോർഡർ വന്നിട്ട് ബോർഡർ വന്നിട്ട് പ്ലെയിൻ ആണ് വരുന്നത്. അപ്പൊ അവിടെ വർക്ക് ചെയ്തെടുക്കണം. അപ്പൊ നോക്കാം വർക്ക് ചെയ്തൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതിന് കുറച്ച് അതിന്റെ കൂടെ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചു. അപ്പൊ ഇനി ഇതിന് കൊടുക്കണം സ്റ്റിച്ചിങ്. അപ്പം അതായിരിക്കും അടുത്ത ടാസ്ക്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ അല്ല, എനിക്ക് കല്യാണ ഡ്രസ്സ് എടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി ഏതാന്ന് കൂടെ ഒന്ന് കമന്റ്. ഞങ്ങൾ എടുത്തത് ഓക്കെ, എന്നാൽ വെച്ച് നോക്കുമ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പേഴ്സണൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറയണേ. ഓക്കെ, ബൈ ഗൈസ്. ഞാൻ ബൈ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. ബൈ.